അപ്പം സോഫാർ നമ്മൾ പ്രഷറിനെ കുറിച്ച് കണ്ടെങ്കിലും അത് എന്താണ് പ്രഷർ എന്ന് മനസ്സിലാക്കി അതിനുശേഷം നമുക്ക് മനസ്സിലായ കാര്യമാണ് എല്ലായിടത്തും ഒരേ പ്രഷറല്ല, അല്ലേ? നമ്മുടെ ബോഡിയിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കൂടിയ പ്രഷറാണ്. ആൻഡ് ഇപ്പോൾ അങ്ങനെ ഡിഫറൻസ് അല്ലേ. ഇപ്പോൾ ഞാൻ ലോ പ്രഷർ കണ്ടീഷൻസ് പറഞ്ഞു, അങ്ങനെ ലോ പ്രഷർ റീജിയൻസ് ഉണ്ട്. സോ ഇതിനെയൊക്കെ ഒരു സ്കെയിൽ ചെയ്യാൻ വേണ്ടി അതായത് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രഷർ ചോദിക്കുകയാണ്, നമ്മുടെ ബബിളിനകത്തെ പ്രഷർ, അപ്പോൾ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റിനകത്തെ പ്രഷർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അതായത് 2 സിഗ്മ ബൈ ആറെന്നോ, ഡ്രോപ്ലെറ്റ് എന്ന് പറയുമ്പോൾ 4 സിഗ്മ ബൈ ഡി. 4 സിഗ്മ ബൈ ഡി എന്ന് പറയുമോ? അതിൻ്റെ ആൻസർ അത് ഡെൽറ്റ പി ആണ്. അതിൻ്റെ കൂടെ അറ്റ്മോസ്ഫിയർ പ്രഷറും കൂടി ആഡ് ചെയ്താലാണ് ആ ഡ്രോപ്ലെറ്റിനകത്ത് ടോട്ടൽ പ്രഷർ പറയുന്നത്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡെൽറ്റ പിക്ക് ഒരു നെയിം കൊടുക്കുന്നു, ഈ ടോട്ടലായിട്ട് കണ്ടുപിടിക്കുന്നതിന് ഒരു നെയിം കൊടുക്കുന്നു. അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൺഫ്യൂഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള കാര്യം ഇവിടെ ഡ്രോപ്ലെറ്റിനെ സംബന്ധിച്ച് എന്താണ് ഇമ്പോർട്ടൻറ്റ്? നമുക്ക് ഈ വേരിയേഷൻ, ഈ ചേഞ്ച് ആണ് ഇമ്പോർട്ടൻറ്റ്. സോ അതിനൊക്കെ ഒരു നെയിം കൊടുക്കാൻ പോവാണ്. സിമ്പിളാണ്. 1, അബ്സല്യൂട്ട് സീറോ പ്രഷർ. ഓക്കെ, പിന്നെ നമുക്കുള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ അബ്സല്യൂട്ട് സീറോ പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂളും ഇല്ല, ഒന്നുമില്ല, നത്തിങ്. അത് സ്പേസ് ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് പെർഫെക്റ്റ് വാക്വം ആണ് അബ്സല്യൂട്ട് സീറോ പ്രഷർ. അവിടെ ഉള്ള പ്രഷറാണ് അബ്സല്യൂട്ട് സീറോ പ്രഷർ. ഇഫ് പ്രഷർ ഈസ് മെഷേർഡ് വിത്ത് perfect vacuum or absolute zero as datum. അപ്പോൾ ഇവിടെ ഒരു മോളിക്യൂളും ഇല്ല, ഒന്നുമില്ല, പെർഫെക്റ്റ് വാക്വം. ആൻഡ് ഇതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഓൺ എർത്ത് സർഫസിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ പി അറ്റ്മോസ്ഫിയർ, ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ എത്രയെന്ന് കണ്ടത്. അറ്റ് മീൻ സീ ലെവൽ, അതായത് മീൻ സീ ലെവലിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസിൽ കാണുന്നതാണ് 760 മില്ലിമീറ്റേഴ്സ് ഓഫ് HG അല്ലെങ്കിൽ 101 കിലോ പാസ്കൽ എന്നൊക്കെ കണ്ടത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ബാരോമീറ്റേഴ്സാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. barometers. So barometers is used to measure atmospheric pressure. ഇനി ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് കൂടുതലും ആവാം, കുറവും ആവാം. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് കൂടുതലായിട്ടുള്ള ഇവനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഗേജ് പ്രഷർ, പോസിറ്റീവ് ഗേജ് പ്രഷർ. ആൻഡ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴെയുള്ള ആളിനെയാണ് നമ്മൾ വാക്വം പ്രഷർ എന്ന് പറയുന്നത്. വാക്വം പ്രഷർ. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് എത്ര കൂടുതലാണ് ഈ ഒരു ഡിഫറൻസ് മാത്രം പറയുന്നത്. അതാണ് ഈ ഡ്രോപ്ലെറ്റിൻ്റെ കേസ്. നമ്മൾ ഈ ഡ്രോപ്ലെറ്റിൻ്റെ കേസിൽ ഡെൽറ്റ പി 4 സിഗ്മ ബൈ ഡി എന്നും പറഞ്ഞ് കണ്ടുപിടിക്കുന്നത് എന്താണ്? ഗേജ് പ്രഷറാണ്, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂട്ടാതെ. ആൻഡ് ഇത് വാക്വം പ്രഷർ, അതായത് ലോ പ്രഷർ റീജിയൻസിലുള്ള കാര്യം. ഇപ്പം ഇത് കണ്ടൻസർ, സ്റ്റീം പവർ പ്ലാന്റിലെ കണ്ടൻസേഴ്സിൽ വാക്വം പ്രഷർ അല്ലെങ്കിൽ ലോ പ്രഷർ ആണെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിന് എത്ര താഴെ, അതാണ് ഈ ഒരു വാല്യൂ കൊണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. ആൻഡ് എല്ലാ വാല്യൂസിനെയും നമുക്ക് പി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പി അബ്സല്യൂട്ട് എന്ന ടേംസിൽ നമുക്ക് ഈ സ്കെയിലിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പം ഡ്രോപ്ലെറ്റിൻ്റെ കാര്യം തന്നെ. ഡ്രോപ്ലെറ്റിൻ്റെ പി ഗേജ് പ്രഷറാണ്. പി ഗേജ് പ്രഷറാണ് 4 സിഗ്മ ബൈ ഡി. ഇനി എനിക്ക് ഈ ഗേജ് പ്രഷറിനെ അബ്സല്യൂട്ട് സ്കെയിലിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? പി അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു അതിൻ്റെ കൂടെ ഇത്രയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് അകത്തുള്ള ഗേജ് പ്രഷർ. മനസ്സിലായോ? കാര്യം പിടികിട്ടിയോ? അതായത് അബ്സല്യൂട്ട് സ്കെയിലിൽ എനിക്ക് കിട്ടണമെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കൂടെ ഗേജ് പ്രഷറും കൂടി ആഡ് ചെയ്യണം.
സിമ്പിളായിട്ട് പറഞ്ഞാൽ വാട്ട് ഈസ് ഗേജ് പ്രഷർ? പ്രഷർ മെഷേർഡ് എബോവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വാട്ട് ഈസ് വേക്കം പ്രഷർ? പ്രഷർ മെഷേർഡ് ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ, നെഗറ്റീവ് ഗേജ് പ്രഷർ എന്നും പറയാറുണ്ട്. ആൻഡ് ഇവന്മാരെ നമ്മൾ മെഷർ ചെയ്യുന്നത് വാക്വം ഗേജസ് വഴിയാണ്. വാക്വം ഗേജസ്. ഇവന്മാരെ നമ്മൾ മെഷർ ചെയ്യുന്നത് പ്രഷർ ഗേജസ് വഴിയാണ്. പ്രഷർ ഗേജസ്. ഗേജ് എന്ന് പറഞ്ഞാൽ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്, അത്രേ ഉള്ളൂ മീനിങ്. ആൻഡ് അപ്പോൾ ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ ഭയങ്കര ട്രിക്കി ആയിട്ട് ചോദിക്കും. നിങ്ങൾ ബാരോമീറ്റർ, ഒരു സംഭവത്തിൻ്റെ പ്രഷർ ഞാൻ ബാരോമീറ്റർ കൊണ്ട് മെഷർ ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്ന് മനസ്സിലാവണം. അതായത് ഒരു 10 കിലോ പാസ്കൽ അല്ലെങ്കിൽ ഇന്ന് ഉള്ള ഒരു വാല്യൂ തന്നു കഴിഞ്ഞാൽ അത് അബ്സല്യൂട്ട് ആണോ, വാക്വം ആണോ, അറ്റ്മോസ്ഫിയറിക് ആണോ, ഗേജ് ആണോ, ഇത് തിരിച്ചറിയാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാരോമീറ്റർ കൊണ്ട് ഞാൻ ഒരെണ്ണം മെൻഷൻ ചെയ്തു എന്ന ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ആൻഡ് വാക്വം ഗേജ് കൊണ്ട് മെഷർ ചെയ്തെന്ന് പറഞ്ഞാൽ അത് വാക്വം പ്രഷറാണ്. ആൻഡ് പ്രഷർ ഗേജ് കൊണ്ട് മെഷർ ചെയ്താൽ അത് ഗേജ് പ്രഷറാണ്. സോ ഈ ഒരു ഐഡിയയും കൂടി അതിനകത്ത് ഉണ്ടായിരിക്കണം. ഈ ഗേജ് പ്രഷർ ആയാലും വാക്വം പ്രഷർ ആയാലും അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് നമ്മൾ ഡേറ്റമായിട്ട് എടുക്കുന്നത്. ഡേറ്റത്തിനെ കുറിച്ചൊക്കെ അങ്ങോട്ട് വരാം, ഞാൻ ജസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്തേ ഉള്ളൂ. സോ അബ്സല്യൂട്ട് സീറോ പ്രഷർ കണ്ടുപിടിക്കാനുള്ള 2 മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഇതിൻ്റെ അബ്സല്യൂട്ട്, ഇവൻ്റെ അബ്സല്യൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി അറ്റ്മോസ്ഫിയറിക് മൈനസ് വാക്വം പ്രഷർ. ഇനി ഇവൻ്റെ അബ്സല്യൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പി അറ്റ്മോസ്ഫിയർ പ്ലസ് ഗേജ് പ്രഷർ. സിമ്പിളാണ്, കൂടുതൽ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ഇരുന്നാൽ മതി. സോ ഇഫ് പ്രഷർ ഈസ് മോർ ദാൻ ദി ലോക്കൽ. പിന്നെ വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാലും ചില ക്വസ്റ്റ്യൻസിൽ അവർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മുടെ 101.3 കിലോ പാസ്കൽ തന്നെ ആവണമെന്നില്ല. അവരൊരു ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നു കഴിഞ്ഞാൽ സേ 150 കിലോ പാസ്കലിന് തന്നു കഴിഞ്ഞാൽ അതിനെ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞ ഒരു വാല്യൂ അവർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് വി ആർ ഗുഡ് ടു ഫോളോ വിത്ത് അല്ലെങ്കിൽ ടേക്ക് അവർ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് 76 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് HG കണ്ണും പൂട്ടി എടുക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആദ്യം തോന്നും, പക്ഷേ കാര്യം സിമ്പിളാണ്. ഇതിൻ്റെ ഈ നോട്ടിൻ്റെ ഓടൊപ്പം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കും കൂടി യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇഫ് ദി വാക്വം പ്രഷർ റെക്കോർഡഡ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളോട് പറയുന്ന കാര്യം വാക്വം പ്രഷർ ഈസ് റെക്കോർഡഡ് ഇൻ ദ കണ്ടൻസർ. ആദ്യം നമുക്ക് ഈ സ്കെയിൽ ഒന്ന് ജസ്റ്റ് വരച്ചിടാം, ഒന്ന് ഇപ്പോഴത്തെ ഒരു മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇതാണ് അബ്സല്യൂട്ട്, ഇതാണ് അറ്റ്മോസ്ഫിയറിക്, ഇത് ഗേജ് പ്രഷർ, ഇത് വാക്വം പ്രഷർ. വാക്വം പ്രഷർ റെക്കോർഡഡ് ഇൻ ദ കണ്ടൻസർ ഓഫ് എ സ്റ്റീം പവർ പ്ലാന്റ് 65 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് HG. അപ്പോൾ ഈ വാക്വം പ്രഷർ അവർ മെഷർ ചെയ്തു, ഇതാണ് 65. വാക്വം പ്രഷർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇതാണ് 65 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് HG. അവിടുത്തെ പ്രഷർ ഞാൻ പറഞ്ഞു, പ്രഷറിനെ ഹെഡാക്കി നമുക്ക് ഒരു ലിക്വിഡ് കോളത്തിൻ്റെ ഹെഡായിൽ മെൻഷൻ ചെയ്യാൻ പറ്റും. അതായി വാട്ട് ഈസ് ദി അബ്സല്യൂട്ട് പ്രഷർ? ഈ അബ്സല്യൂട്ട് പ്രഷറാണ് അവർ ചോദിക്കുന്നത്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് അബ്സല്യൂട്ട് പ്രഷർ. സോ അബ്സല്യൂട്ട് പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പി അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് ഈ അതായത് വാക്വം പ്രഷറിനെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. എന്താണ് പി അറ്റ്മോസ്ഫിയർ? പി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ അവർ ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിട്ടില്ല. സോ വി ആർ ഗുഡ് ടു ഗോ വിത്ത് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 101.3 കിലോ പാസ്കൽ. സോ നമുക്കിതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇത്ര ആലോചിച്ചാൽ മതി. ഇവന്മാർ 65 ഹെഡിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ പി അറ്റ്മോസ്ഫിയർ നമുക്ക് ഹെഡിൽ തന്നെ എഴുതാം. HG അല്ലേ, HGയുടെ നമ്മൾ അതറിയാവുന്നത് കൊണ്ട് കണ്ണും പൂട്ടി അതിനെ ഹെഡിൽ തന്നെ നമുക്ക് എഴുതാം. എത്രയാണ്? 76 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് HG. സോ പി അറ്റ്മോസ്ഫിയർ ഇത്രയെന്ന് പറയുന്നത് എത്രയാണ്? 76 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് HG. സോ ഇനി ഇത്രയും നമുക്ക് ഇതാണ് 65 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് HG, 65 സെൻറ്റിമീറ്റർ.
സോ ഇത്രയും കണ്ടുപിടിക്കാൻ എന്താണ് 76 മൈനസ് 65, ദാറ്റ് ഈസ് ഈക്വൽ ടു 11 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് HG. ഇതാണ് പി അബ്സല്യൂട്ട്. എന്നിട്ട് ഇവർ പറയുന്നത് കിലോ പാസ്കലിൽ കണ്ടുപിടിക്കാനാണ്. സോ കിലോ പാസ്കലിൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. എച്ച് ആണ് 11 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് HG എന്ന് പറയുന്നത്. therefore പി ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു റോ ഇൻറ്റു ജി. എച്ച് എത്രയാണ്? 0.11 മീറ്റേഴ്സ് ഇൻറ്റു ഡെൻസിറ്റി 13600 ഇൻറ്റു 9.81. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്കലിലായിരിക്കും ആൻസർ കിട്ടുന്നത്. സോ കിലോ പാസ്കലിലാക്കുമ്പോൾ ഏകദേശം 14.5 കിലോ പാസ്കലിന് കിട്ടും. ഇതാണ് ഒരു മെത്തേഡ് ഇത് ചെയ്യാനുള്ള. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 76 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് HG. 76 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് HG എന്ന് പറയുന്നത് 101.3 കിലോ പാസ്കലാണ് നമുക്കറിയാം. ദെർഫോർ 1 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് HG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/76 ഓഫ് 101.3 കിലോ പാസ്കലാണെന്ന് അറിയാം. നമുക്കിവിടെ വേണ്ടത് എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് അത് 11 അല്ലേ, 11 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ ജസ്റ്റ് 11 ഇൻറ്റു 76 ഇൻറ്റു 101.3 കിലോ പാസ്കൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആൻസർ കിട്ടും. സോ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാം. ഇത്രയും ആലോചിച്ചാൽ മതി. ഈ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവന്മാർ ആ ഒരു 65 എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഹെഡിലാണ് തന്നത്. അതുകൊണ്ട് ഞാൻ പി അറ്റ്മോസ്ഫിയർ ഹെഡിൽ എഴുതി. എന്നിട്ട് ബാക്കിയെല്ലാം കാൽക്കുലേഷൻ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞേ. അതായത് നിങ്ങൾക്കൊരു ഓയിലുണ്ട്. ഈ ഓയിലിൻ്റെ സ്പെസിഫിക് വെയിറ്റ് ഞാൻ 11 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഒരു പി അബ്സല്യൂട്ട് ഞാൻ തന്നിട്ടുണ്ട്. അത് 200 കിലോ പാസ്കലാണ്. 200 കിലോ പാസ്കൽ അബ്സല്യൂട്ട്. ആൻഡ് ഇതിനെ എനിക്ക് ഈ ഓയിലിൻ്റെ ഹെഡിൽ ഇൻ ടേംസ് ഓഫ് ഓയിൽ കോളം എനിക്ക് എഴുതണം. എങ്ങനെ എഴുതും? പി ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആണ്. എച്ച് ആണ് എനിക്ക് വേണ്ടത്. സോ പി ബൈ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എച്ച്. ദെർഫോർ എച്ച് ഈസ് ഈക്വൽ ടു പ്രഷർ. പി അബ്സല്യൂട്ട് ആണ്. സോ 200 കിലോ പാസ്കൽ ഡിവൈഡഡ് ബൈ 11 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ആൻസറിൽ എനിക്ക് മീറ്ററിൽ കിട്ടും. ഓക്കെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അറിഞ്ഞിരിക്കണം. സിമ്പിളാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോണം. ഈ കിലോ പാസ്കലും ഈ എച്ച് മീറ്റേഴ്സിൽ കിട്ടണമെങ്കിൽ ഈ കിലോ പാസ്കലും കിലോ ന്യൂട്ടണിലും ആയിരിക്കണം. ഒന്ന് കിലോ പാസ്കലിലും ഒന്ന് ന്യൂട്ടണിലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഒന്നെങ്കിൽ ഇതിനെ ഫുൾ പാസ്കലിലോട്ട് മാറ്റണം, അതായത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എങ്ങനെയാണെങ്കിൽ ഇതിനെയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോ മീറ്റർ ക്യൂബിലോട്ട് മാറ്റണം, എങ്കിൽ മാത്രമേ മീറ്ററിൽ കിട്ടും. യൂണിറ്റ് വളരെയധികം നിങ്ങൾ സ്പെഷ്യൽ കെയർ ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ മൊത്തം തെറ്റിപ്പോവും. ആൻഡ് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇത് മാക്സിമം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ. ഒരു കണ്ടെയ്നറിൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇതിൻ്റെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് പി അബ്സല്യൂട്ട് എന്ന് പറയുന്നത് 100 കിലോ പാസ്കലാണ്. എങ്കിൽ ഇതിൻ്റെ ഗേജ് പ്രഷർ എത്രയാണ്? 100 വേണ്ട, സോറി, 200 കിലോ പാസ്കൽ വയ്ക്കാം. ഓക്കെ, ഗേജ് പ്രഷർ എത്രയാണ് ഇൻ ദ കണ്ടെയ്നർ ഇൻ മീറ്റേഴ്സ് ഓഫ് വാട്ടർ കോളം? ഓക്കെ, കാര്യം മനസ്സിലാവും. ഒരു കണ്ടെയ്നറിൽ നിങ്ങൾക്കൊരു ഫ്ലൂയിഡ് ഉണ്ട്. അതിൻ്റെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് 200 കിലോ പാസ്കലാണ്. അതിൻ്റെ ഗേജ് പ്രഷർ കണ്ടുപിടിക്കുക ഇൻ വാട്ടർ കോളം. സോ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇപ്പം ഇങ്ങനെ വരച്ച് നോക്കുക. ഇതിൻ്റെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് 200 കിലോ പാസ്കലാണ് തന്നിരിക്കുന്നത്. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഇതാണ് പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതാണ് ഗേജ് പ്രഷർ. ആൻഡ് ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പോഴുള്ള വാല്യൂ ആണ് എന്ത്? 200 കിലോ പാസ്കൽ എന്നുള്ളത്. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഗേജ് പ്രഷറാണ്. അപ്പോൾ പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്കറിയാം. ഇവിടെ ലോക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വേറെ ഒന്നും തന്നിട്ടില്ല. സോ വി ആർ ഹാപ്പി ടു ടേക്ക് പി അറ്റ്മോസ്ഫിയർ ആസ് 101.3 കിലോ പാസ്കൽ ആണല്ലോ. സോ നമുക്ക് ഗേജ് പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? പി ഗേജ് ഈസ് ഈക്വൽ ടു 200 മൈനസ് 101.3, ഏകദേശം 100, ക്ലോസ് ടു 100 കിലോ പാസ്കൽ എടുക്കാമല്ലോ.
ഓക്കെ, ഇനി എനിക്ക് ഇതിനെയാണ് എനിക്കിനി ലിക്വിഡ് കോളം മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ കോളത്തിലാക്കണമെന്നാണ് അവർ പറയുന്നത്. സോ പി ഗേജ് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു എനിക്ക് കിട്ടിയ പ്രഷർ 100 ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെത് 9810 കിലോ പാസ്കൽ അല്ലേ, അപ്പം ഞാൻ 9.81 എന്ന് തന്നെ കൊടുക്കാം. സോ കിലോ പാസ്കൽ ആൻഡ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ചെയ്യുമ്പോൾ എനിക്ക് ഇൻ മീറ്റേഴ്സ് ഓഫ് വാട്ടർ ആൻസർ കിട്ടും. ഇനി അടുത്തൊരു ട്രിക്കാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്കിനി പ്രോബ്ലത്തിലൊക്കെ ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറ്റാനും തിരിക്കാനും പറ്റുന്നോ അത്രത്തോളം പ്രോബ്ലംസ് ഈസി ആകും. ഇനി അടുത്തത് പറയാൻ പോകുന്ന ഒരു ട്രിക്കാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രഷർ ഇൻ എക്സ് കോളംസ് ഓഫ് ലിക്വിഡ് എ എന്ന ലിക്വിഡിൻ്റെ എക്സ് കോളത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രഷറിനെ നിങ്ങളുടെ ലിക്വിഡ് ഒരു വൈ കോളം ഓഫ് ലിക്വിഡ് ബി ആക്കണമെങ്കിൽ സിമ്പിളായിട്ട് ഇത്രയും ചെയ്താൽ മതി. ആദ്യം ആ ഹൈറ്റ് എടുക്കുക, ഈ ഹൈറ്റ് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ രണ്ടിനെ സ്പെസിഫിക് ഗ്രാവിറ്റീസ് കൊണ്ടെന്ന് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് നിങ്ങൾക്ക് ഏത് ലിക്വിഡിലോട്ടാണോ മാറ്റേണ്ടത് അവൻ ഡിനോമിനേറ്റർ ഇട്ടിട്ട് ന്യൂമറലിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് വയ്ക്കുക. മനസ്സിലായില്ലെന്നറിയാം. ജസ്റ്റ് ഞാനൊരു ഫ്ലൂയിഡ് എടുക്കുന്നു, നമ്മുടെ ടോർസെല്ലിസ് എക്സ്പെരിമെൻ്റ് തന്നെ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് എത്ര എനിക്ക് മെർക്കുറിയിലാണ് കിട്ടിയത് അല്ലേ? എത്ര കിട്ടി? 76 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് HG. എനിക്കിവനെ വാട്ടറിലോട്ട് കൺവേർട്ട് ചെയ്യണം. എത്ര സെൻറ്റിമീറ്റേഴ്സ്? ഓക്കെ, വാട്ടറിലോട്ട് കൺവേർട്ട് ചെയ്യണം എങ്കിൽ ഇത്രയും ചെയ്താൽ മതി. 76 എടുക്കുക ഇൻറ്റു ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റീസിൻ്റെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സ്പെസിഫിക് ഗ്രാവിറ്റി എന്തുവാ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, 13.6. ആൻഡ് 13.6 ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ വിച്ച് ഈസ് 1. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10.33 മീറ്റേഴ്സ്, ഇത് 0.76 മീറ്റർ ആയിരിക്കും. അപ്പോൾ 10.33 മീറ്റേഴ്സ് ഓഫ് വാട്ടർ കോളത്തിലോട്ട് നിങ്ങൾ മാറ്റി. ഓക്കെ അല്ലേ? ഈ ട്രിക്ക് നിങ്ങൾ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തന്നിരിക്കുന്ന ലിക്വിഡിനെ മീറ്റേഴ്സ് ഓഫ് വാട്ടറിലോട്ട് മാറ്റുന്നത് വളരെ ഈസിയാണ്. കാരണം എപ്പോഴും ഡിനോമിനേറ്റർ 1 ആയിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി. പിന്നെ ഇപ്പം നിങ്ങൾക്ക് 13.6, അപ്പോൾ HG ഇപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 അറിയാവുന്നതുകൊണ്ടല്ലേ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ലിക്വിഡ് എയുടെ വാല്യൂ നിങ്ങൾക്കിപ്പം ഡെൻസിറ്റി 1, 2, 3, 4 എന്ന് തന്നിരിക്കുന്നത് വെച്ചോ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു ലിക്വിഡ് കോളം നിങ്ങളെടുത്തു, അതിൽ 50 മീറ്റേഴ്സ് ഇൻ 1, 2, 3, 4 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡെൻസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡിന് 50 മീറ്റർ ഹൈറ്റ് കിട്ടി. എനിക്ക് ഈ മീറ്റേഴ്സ് ഓഫ് ഹൈറ്റ് വാട്ടറിലോട്ടാക്കണം. എന്ത് ചെയ്യണം? 50 മീറ്റർ എടുക്കുന്നു ഇൻറ്റു ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡഡ് ബൈ 1000 ആണ്. സോ 1.234 എന്ന് വരും. ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ ഈസ് ഓൾവേസ് 1. സോ 1. സുഖമായിട്ട് എനിക്ക് ഇൻ മീറ്റേഴ്സ് ഓഫ് വാട്ടർ കൺവേർട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇത് എങ്ങനെ യൂസ് ചെയ്ത് എവിടെ വരുമെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു ഐഡിയയിൽ ഇനി നെക്സ്റ്റ് അടുത്തത്, ഇതെല്ലാം പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസി ആവാൻ വേണ്ടിയാണ് നേരത്തെ ഇതൊക്കെ പറയുന്നത്. ഞാനൊരു ലിക്വിഡ് കോളം എടുക്കുന്നു, അതിൽ ഈ ഒരു പോയിന്റ് C അറ്റ് എ ഡെപ്ത് H. അവിടുത്തെ പ്രഷർ കണ്ടുപിടിച്ചേ. ഇവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കുമ്പോൾ ചോദിക്കേണ്ട കാര്യം എന്താണ്? തിരിച്ചിങ്ങോട്ട് ചോദിക്കണം, ഏത് പ്രഷറാണ് നിങ്ങൾക്ക് വേണ്ടത്? അബ്സല്യൂട്ട് പ്രഷറാണോ, ഗേജ് പ്രഷറാണോ, ഏത് പ്രഷറാണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ ഞാൻ പറയുന്നു ഗേജ് പ്രഷർ മതി. പി ഗേജ് പ്രഷർ മതിയെങ്കിൽ ഈ H ρg മാത്രം എടുത്താൽ മതി. H ഇൻറ്റു റോ ഇൻറ്റു G. ഇതാണ് ഗേജ് പ്രഷർ. അല്ല, എനിക്ക് അബ്സല്യൂട്ട് പ്രഷർ വേണം. ഓക്കെ, അബ്സല്യൂട്ട് പ്രഷർ തരാം. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P അറ്റ്മോസ്ഫിയറും കൂടി അവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. P അറ്റ്മോസ്ഫിയർ പ്ലസ് H ρg. ഇപ്പോൾ അബ്സല്യൂട്ട് പ്രഷറായി. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗേജ് പ്രഷർ നിങ്ങളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് H ρg എടുത്താൽ മതി. ഇത് വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. ഇപ്പോൾ ഗേജ് പ്രഷർ
ഗേജ് പ്രഷർ കണ്ടുപിടിക്കാൻ എനിക്ക് എച്ച് റോ ജി മതി, ഇത് 0 ആക്കി എടുത്തു. ആൻഡ് അബ്സല്യൂട്ട് കണ്ടുപിടിക്കാൻ ഇത് മൊത്തം വേണം. സോ പി അറ്റ്മോസ്ഫിയറിൻ്റെ കൂടെ എച്ച് റോ ജിയും കൂടി ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് പി അറ്റ്മോസ്ഫിയർ കിട്ടത്തുള്ളൂ, സോറി പി അബ്സല്യൂട്ട് കിട്ടത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഇത് രണ്ടും ഡിവൈഡഡ് ബൈ W സ്പെസിഫിക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഹെഡ്സ് കിട്ടും. ആൻഡ് ഇനി അടുത്തത്, ഞാൻ കുറേ ഇമ്മിസിബിൾ ഫ്ലൂയിഡ്സ് ഉണ്ട്. ഓക്കെ, ഇത് A, B ആൻഡ് C. എനിക്ക് ഈ പോയിന്റിലെ പ്രഷർ വേണം. ഇതിൻ്റെ ഹൈറ്റ് H1, H2, H3. ഇതിൻ്റെ സ്പെസിഫിക് വെയിറ്റ് WA, WB, WC. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗേജ് പ്രഷർ എഴുതിക്കേ. ഗേജ് പ്രഷർ ഓഫ് ക്യൂവിൻ്റെ ഗേജ് പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ ഗേജ് പ്രഷർ അറ്റ് Q ഈസ് ഈക്വൽ ടു, ഗേജ് പ്രഷർ ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്, 0 ആയിട്ട് എഴുതാം. 0 പ്ലസ് ഇവിടുത്തെ ഗേജ് പ്രഷർ ദാറ്റ് ഈസ് WaH1 പ്ലസ് ഇവിടുത്തത് WbHb H2 പ്ലസ് WcHc. ഗേജ് പ്രഷറായി, അല്ലെങ്കിൽ റോ ജി എച്ച് വെച്ച് എഴുതിയാൽ മതി. ഈ എത്രയും ഇത് വരണമെങ്കിൽ ഇതിൻ്റെ ഈ സ്പെസിഫിക് വെയിറ്റ്, ഈ സിയുടെ റോ ജി എച്ച്, ബിയുടെ റോ ജി എച്ച്, എയിൻ്റെ റോ ജി എച്ച് എല്ലാം കൂടി ആഡ് ചെയ്ത സമ്മായിരിക്കും ഇവിടുത്തെ പ്രഷർ. ആസ് യു ഗോ ഡൗൺ അല്ലെങ്കിൽ ഡെപ്ത് കൂടുന്നതനുസരിച്ച് പ്രഷർ കൂടും. ഇവിടെ ഓരോ ഡെപ്തിലും ഓരോ ലിക്വിഡ്സ് ആണ്, ഇമ്മിസിബിൾ ആയിട്ടുള്ള ABC ലിക്വിഡ്സ് ആയതുകൊണ്ട് ഓരോ ഹൈറ്റിനും അവർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഇവിടെ ആഡ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഇവിടെ നമുക്ക് ആ പ്രഷർ വേരിയേഷൻ കൂടി നോക്കാം. പ്രഷർ വേരിയേഷൻ ഇങ്ങനെ ഒരു പ്രഷർ വേരിയേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ഡെപ്ത് കൂടുന്നതനുസരിച്ച് പ്രഷർ കൂടി പോവാണ്. ഇതാണ് പ്രഷർ വേരിയേഷൻ. ഇനി ഇവിടെ വെച്ചൊരു പണിയും കൂടി ചെയ്യാം. ക്യാൻ യു എക്സ്പ്രസ്, ഇനി അടുത്തുള്ള ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഗേജ് പ്രഷർ, എക്സ്പ്രസ് ദി ഗേജ് പ്രഷർ ഇൻ കോളംസ് ഓഫ്, എക്സ്പ്രസ് ഗേജ് പ്രഷർ ഇൻ കോളംസ് ഓഫ് എയുടെ കോളത്തിൽ ഒരു പ്രഷർ, ഈ പ്രഷർ മെൻഷൻ ചെയ്യാനാണ് അവർ പറയുന്നത്. സിമ്പിളാണ്. ഈ PQ കിട്ടിയില്ലേ, PQവിനെ സ്പെസിഫിക് വെയിറ്റ് ഓഫ് A കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി. സ്പെസിഫിക് വെയിറ്റ് ഓഫ് A കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഗേജ് പ്രഷർ ഇൻ H കോളംസ് ഓഫ് A കിട്ടും. അല്ല, നിങ്ങൾക്ക് ഇൻഡിവിജ്വലി കണ്ടുപിടിച്ച് പോകണമെങ്കിൽ HA നിങ്ങൾ മാറ്റേണ്ട കാര്യമില്ല. കാരണം അത് വെയിറ്റ്, ആ ഒരു A എന്ന് പറയുന്ന ഫ്ലൂയിഡ് തന്നെയാണ്. സോ അതിൻ്റെ ഹൈറ്റ് തന്നെയാണ് ഇവിടെ ക്യൂവിലെ ഹെഡ് എന്ന് പറയുന്നത്. സോ H1 പ്രത്യേകിച്ച് മാറ്റമില്ല, H1 തന്നെ ആഡ് ചെയ്യുക. പ്ലസ് അടുത്തത് H2 ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡ്, H2 ഇൻറ്റു സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദാറ്റ് ഫ്ലൂയിഡ്. ഇവിടെ B ആണ്, അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് എനിക്ക് മാറ്റേണ്ട ഫ്ലൂയിഡ് SA ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഹെഡ് കിട്ടും, ഹൈറ്റ് ഇൻഡിവിജ്വലി കണ്ടുപിടിക്കുകയാണ്. ആൻഡ് ഇവിടുത്തെ H3 ചെയ്യുമ്പോൾ SC ബൈ എനിക്ക് മാറ്റേണ്ട ആൾ SA, എങ്ങോട്ടാണോ മാറ്റേണ്ടത് അവനാണ് ഡിനോമിനേറ്ററിൽ. ഓക്കെ, അപ്പോൾ SA ചെയ്യുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. ഈ റേഷ്യോ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താണ്, ഇപ്പം SBയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് B ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ എയുടെ ഇതെന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി, ഡെൻസിറ്റി ഓഫ് A ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. എല്ലാം കൂടി എടുക്കുമ്പോൾ എന്ത് പറ്റും, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ ഡെൻസിറ്റി ഓഫ് B ബൈ ഡെൻസിറ്റി ഓഫ് A അല്ലേ. സോ ഇങ്ങനെ എഴുതാം, എങ്ങനെ വേണമെങ്കിലും. അതാണ് പറയുന്നത്, കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണോ, എത്രത്തോളം നിങ്ങൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയും സ്പെസിഫിക് വെയിറ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ച് എഴുതാൻ പറ്റുമോ അത്രത്തോളം ഈസി ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്കിനി മാനോമെട്രിയിലോട്ട് നോക്കാം, എങ്ങനെയാണ് ഇനി ഈ പ്രഷർ മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.